റോഡ് മാപ്പ് ടു സക്സസിന്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ആറ്റിറ്റ്യൂഡുകൾ, പ്രത്യേകിച്ചും ഒരു സംരംഭകൻ എന്ന രീതിയിലുള്ള മനോഭാവം, ഡ്രീംസ് ആൻഡ് ഗോൾസിന്റെ പ്രാധാന്യം, അതായത് എങ്ങോട്ടാണ് എത്തേണ്ടത്, എപ്പോഴാണ് എത്തേണ്ടത്, അത് നിരന്തരമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പവറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ ഡ്രീമുകൾക്കും ഗോളുകൾക്കും അനുസൃതമായിട്ട് നമ്മൾ നമ്മളെ സ്വയം അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ആവശ്യകത നമ്മൾ സംസാരിച്ചു. അതിനുവേണ്ടി നാം ഫോളോ ചെയ്യേണ്ട കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ CEPയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. നിരന്തരമായിട്ട് നടക്കുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. അതുകൂടാതെ വെസ്റ്റീജ് ആൻഡ് വിന്നിംഗ് ടീം, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം, അതിന്റെ പവറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നാം യാത്ര തുടങ്ങുകയാണ് ആക്ഷൻ പാർട്ടിലൂടെ. ഡയറക്ട് സെല്ലിംഗിന്റെ ആക്ഷൻ പാർട്ട് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 4 ബേസിക്സ് എന്ന് പറയും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തി തന്നെ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അത് ഹാർഡ് വർക്ക് മാത്രമായിരിക്കും. സ്മാർട്ട് വർക്ക് ആവണമെങ്കിൽ അദ്ദേഹം ഒരു ടീമിന്റെ പാർട്ടായിട്ട് മാറണം. അദ്ദേഹം ഒരു ടീം ക്രിയേറ്റ് ചെയ്യണം. ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കുക. പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷന്റെ റിസൾട്ട് ആണ് പാസീവ് ഇൻകം. നമ്മൾ ഉറങ്ങിയാലും ഉണർന്നില്ലെങ്കിലും ലഭിക്കുന്ന ഇൻകം ആണ് പാസീവ് ഇൻകം. ഉണർന്നിരുന്ന് പ്രവർത്തിച്ചാൽ മാത്രം കിട്ടുന്നതാണ് ആക്റ്റീവ് ഇൻകം. പ്രവർത്തിച്ചില്ലെങ്കിൽ വരുമാനം കിട്ടണമെങ്കിൽ വരുമാനം കിട്ടാതെയും പ്രവർത്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ്. ചെറിയ ചെറിയ വരുമാനങ്ങൾ നമുക്ക് തുടക്കത്തിൽ ലഭിക്കുമെങ്കിൽ പോലും നമ്മളുടെ മെയിൻ ഫോക്കസ് ആയി തീരേണ്ടത് ഈ ബിസിനസ്സിലൂടെ നമുക്ക് ഒരു സമയം കഴിഞ്ഞാൽ പ്രവർത്തിച്ചില്ലെങ്കിലും കിട്ടുന്ന വലിയ വരുമാനമായിട്ടുള്ള പാസീവ് ഇൻകം തന്നെയാണ്. ഓക്കെ, അതിനുവേണ്ടി നാം ചെയ്യേണ്ട ആക്ഷൻ പാർട്ടാണ് 4 ബേസിക്സ്. 4 ബേസിക്സിന്റെ ആദ്യ സ്റ്റെപ്പ് ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുകളിൽ നിന്ന് ഏറ്റവും മികച്ച ആളുകളെ സെലക്ട് ചെയ്ത് നമ്മുടെ ടീമിന്റെ പാർട്ടാക്കി മാറ്റുമ്പോഴാണ്. ആദ്യപടി നിങ്ങൾക്കറിയാവുന്ന എല്ലാ വ്യക്തികളെയും ഒരു ലിസ്റ്റ് ബുക്കിൽ കൊണ്ടുവരിക. എക്സലോ സ്പ്രെഡ്ഷീറ്റോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങളുടെ തെരഞ്ഞെടുക്കൽ ഏറ്റവും മികച്ച ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നാം വ്യക്തികളെ സെലക്ട് ചെയ്യേണ്ടത് ഡ്രീംസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അത്രയോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതലോ വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യാൻ നിർബന്ധമായിട്ടും ഓർക്കുക. നിങ്ങൾ വളരെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ റിജക്ട് ചെയ്തേക്കാം. പക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ടീമിന്റെ പാർട്ടായിട്ട് മാറി ഏറ്റവും മികച്ച ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നതിന്റെ ആദ്യ സ്റ്റെപ്പായിട്ട് വരുന്നുണ്ടായിരിക്കുക. എത്ര കൂടുതൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നോ അത്ര കൂടുതൽ നിങ്ങൾക്ക് യെസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ബിസിനസിന്റെ തുടക്കത്തിൽ പല ആൾക്കാരും നമ്മൾ യെസ് പറയുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാരിൽ നിന്ന് നോ കിട്ടുന്ന സമയത്ത് തളർന്നു പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, കൂടുതൽ ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ ആൾക്കാരിലേക്ക് പോകാനുള്ള അവസരം ബാക്കിയാണ്. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലുള്ള എല്ലാവരെയും നാം കണക്ട് ചെയ്യും എന്നുള്ള നിർബന്ധ ബുദ്ധി നിങ്ങൾക്ക് വേണം. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു നിയമമാണ് ലോ ഓഫ് ആവറേജ്. ലോ ഓഫ് ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരികളുടെ നിയമം. നിങ്ങൾ ഒരു 10 പേരുടെ അടുത്ത് ഈ മാർക്കറ്റിംഗ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് 2 പേർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. 3-4 പേർ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നു. ബാക്കിയുള്ള 3-4 പേർ അവർ എന്തെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നു. 10ൽ നിന്ന് 2 പേരെ ആണ് നിങ്ങളുടെ ടീം മെമ്പറാക്കി മാറ്റാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ലിസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരെ നിങ്ങളുടെ ടീമിന്റെ പാർട്ടാക്കി മാറ്റാൻ അതിലൂടെ സാധിക്കുന്നു. നിങ്ങൾ ഈ ബിസിനസ് ഏത് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സമയത്തും ആദ്യം ചെയ്യേണ്ട കാര്യം ഡ്രീംസ് ആൻഡ് ഗോൾസ് ഫിക്സ് ചെയ്യുക, ദെൻ പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നിർത്തുന്ന 85% ആൾക്കാരും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ ഈ ബിസിനസ് നിർത്താതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും പ്രോസ്പെക്ട് ലിസ്റ്റ് കൂടിയേ തീരൂ. 3 തരത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കാം. ഒന്ന്, ലോക്കൽ ലിസ്റ്റ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 20 കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ള വ്യക്തികളുടെ ലിസ്റ്റ്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പ്രോസസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പോയി മീറ്റ് ചെയ്യാവുന്ന ആൾക്കാരാണ് അവർ. ദെൻ ലോങ് ഡിസ്റ്റൻസ് ലിസ്റ്റ്, കുറച്ച് ദൂരമുള്ള ആൾക്കാർ, അവരെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കണക്ട് ചെയ്തുകൊണ്ട് വിന്നിംഗ് ടീം നടത്തുന്ന CEO മീറ്റിംഗുകളിലേക്ക് പ്ലഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ദെൻ നാഷണൽ ഓർ ഇന്റർനാഷണൽ ലിസ്റ്റ്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വെസ്റ്റീജ് ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിലുള്ള വ്യക്തികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അവിടെയും ഓൺലൈനായിട്ട് അവരെ കണക്ട് ചെയ്യുകയും
വിന്നിംഗ് ടീം നടത്തുന്ന CEO മീറ്റിങ്ങുകളിലേക്ക് അവരെ പ്ലഗ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അവർക്ക് അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതാത് ലൊക്കേഷനിലുള്ള വിന്നിംഗ് ടീം സെർവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിന് പറയുന്ന പേരാണ് ക്രോസ് ഫെർട്ടിലൈസേഷൻ. ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള നിയമങ്ങളിൽ ഒന്ന് പ്രീ ജഡ്ജ് ചെയ്യാതിരിക്കുക. മറ്റൊരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെ നിങ്ങൾ വിധി എഴുതാതിരിക്കുക അഥവാ മെന്റലിസ്റ്റ് ആവാതിരിക്കുക. 2, മെന്റൽ ലിസ്റ്റ് തയ്യാറാക്കാതിരിക്കുക. പല ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് നടക്കുന്ന സമയത്ത് വളരെ വേണ്ടപ്പെട്ട ഒരാളെ നാം വിട്ടുപോകാറുണ്ട്. അതിനുള്ള കാരണം ആ വ്യക്തിയെ നാം ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളതാണ്. സോ ചെറിയ കളികൾക്ക് ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിൽ നിന്ന് എങ്കിൽ വലിയ ലിസ്റ്റ് തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. ലിസ്റ്റിനെ നമുക്കൊരു റോ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. റോ മെറ്റീരിയൽ എന്നാൽ അസംസ്കൃത വസ്തു. മണ്ണ് ഉപയോഗിച്ച് നാം പ്രതിമകൾ ഉണ്ടാക്കുന്നു. എത്ര കൂടുതൽ നമ്മളുടെ കയ്യിൽ മണ്ണുണ്ടോ, എത്ര മികച്ച ക്വാളിറ്റിയിലുള്ള മണ്ണുണ്ടോ, അതിനനുസരിച്ച് ആ പ്രതിമയുടെ ക്വാളിറ്റി ബെസ്റ്റ് ആയിട്ട് മാറുന്നു. നിങ്ങളുടെ ടീം ബെസ്റ്റ് ആവണമെങ്കിൽ ഏറ്റവും വലിയ ലിസ്റ്റ്, ഏറ്റവും മികച്ച ലിസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. സോ ഇന്ന് തന്നെ വലിയൊരു ടീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മിനിമം 100 പേരുടെ ലിസ്റ്റ് എഴുതും എന്നുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട് ഇന്ന് നമുക്ക് പിരിയാം. താങ്ക് യു. വിഷ് യു വെൽത്ത്.